മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ വ്യാപനം നിയന്ത്രിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കണമെന്നാണ് ആവശ്യം. വിനിത വിജി ഡൽഹി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഇൻഡോറിലെ മലിനജല ദുരന്തം അത് മരണം 10 വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി ആളുകൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത് 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞടക്കമാണ് ഈ ദുരന്തത്തിന് ഇരയായതെന്നാണ്. ആ കുഞ്ഞിന് പാലിൽ ഒരല്പം വെള്ളം ചേർത്തതാണ് മരണ കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പകർച്ചവ്യാധിയായി ഈ ദുരന്തത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക സംഘങ്ങളെ കൂടി നിയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ഈ മലിനീകരണത്തിന്റെ ഉറവിടം അത് ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണോ അതോ ഒന്നിലധികം സ്ഥലങ്ങൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനായി കേന്ദ്ര സംഘമടക്കം മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അതിൽ കൂടുതൽ ബാക്ടീരിയകളുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 10 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 200-ലധികം ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 37 പേർ ഇപ്പോഴും ICUവിൽ തന്നെ തുടരുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് ഉള്ളത്. ഈ മേഖലകളിലേക്കുള്ള വെള്ളത്തിന്റെ സാമ്പിളുകളൊക്കെ പരിശോധിക്കാൻ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ പരിശോധനകളിൽ ഈ കൂടുതൽ ഭയാനകമാകുന്ന തരത്തിലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ പ്രധാന ജലവിതരണ പൈപ്പിലുണ്ടായ പൊട്ടലിലൂടെ മലിനജലം കലർന്നതാണ് ഈ പ്രശ്നത്തിന് ഇടയാക്കിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ശുചിമുറിക്ക് മുകളിലൂടെയാണ് ഈ ജലവിതരണ പൈപ്പ് പോയിരുന്നത്. ഈ വെള്ളം ഈ ശുചിമുറിയിലെ മാലിന്യം ഉൾപ്പെടെ ഈ വെള്ളത്തിലേക്ക് കലർന്നുവെന്നും പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇപ്പോൾ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വെള്ളം ആ മേഖലകളിൽ നിന്നൊക്കെ ശേഖരിച്ച് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനിത വിജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.